നമസ്കാരം കൂട്ടുകാരെ, ഞാൻ വിഷ്ണു ബാബു. ഞാൻ ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു ലൈവ് ചാറ്റ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അപരിചിതരായിട്ടുള്ള സ്ത്രീകളോടും ഒപ്പം തന്നെ പുരുഷന്മാരോടും നിങ്ങൾക്ക് ലൈവായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് 2016 ഫേമസ് ആയ ഒരു ലൈവ് ചാറ്റ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ അടുത്ത സമയം കൊണ്ട് തന്നെ ചുരുങ്ങിയ ഒരു ടൈം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ പ്ലേ സ്റ്റോറിൽ നിന്നും അതേപോലെ ആപ്പ് സ്റ്റോറിൽ നിന്നുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപരിചിതരായ സ്ത്രീകളോടും പുരുഷന്മാരോടും ചാറ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പ്രചാരം ഈ ഒരു ആപ്ലിക്കേഷന് ലഭ്യമായിരിക്കുന്നത്. അപ്പം അത് ഏത് ആപ്ലിക്കേഷനാണെന്നും അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ പേജ് കൂട്ടുകാർ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടുതൽ ടിപ്സുകൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ ലഭ്യമാകുന്നതാണ്. നമുക്കപ്പോൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടേപ്പോണ്ട് ഞാനിപ്പം ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതേ രീതിയിലായിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബിങ്കോ ലൈവ് എന്ന് കൂട്ടുകാർക്ക് കാണാൻ കഴിയും. ഇതിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് വെച്ചോ ട്വിറ്റർ വെച്ചോ ഗൂഗിൾ അക്കൗണ്ട് വെച്ചോ ജോയിൻ ചെയ്യാം. ഇനി താഴെയായിട്ട് നിങ്ങൾക്ക് മോർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ സൈനപ്പ് വിത്ത് ഫോൺ എന്നുള്ളത് കൊടുക്കുക. പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കൂട്ടുകാർ ആയിരിക്കുമല്ലോ നമ്മൾ കൂടുതലും വീഡിയോസുകൾ കാണുന്നത്. അതിൽ സൈനപ്പ് വിത്ത് ഫോൺ എന്നുള്ളത് കൊടുത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെയായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേജ് വരും. ഇവിടെ ക്യാമറ സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഇമേജ് നിങ്ങളുടെ പ്രൊഫൈലിനുള്ള ഫേസ്ബുക്കിലെ പോലെ തന്നെ പ്രൊഫൈലിനുള്ള ഒരു ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ കൊടുത്ത നമ്പറിലേക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരും. അത് നിങ്ങളിവിടെയായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു നെയിം കൊടുക്കുക, ഒരു പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ടൈമിൽ ആ ഒരു പാസ്വേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ശേഷം മുകളിലുള്ള ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുന്നതെന്ന് ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഒരുപാട് ആൾക്കാർ ഇതിനോടകം തന്നെ യൂസ് ചെയ്യുന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന പലരും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടാകാം. എങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് ഇവരുമായിട്ട് ചാറ്റ് ചെയ്യാം. അപ്പം നമുക്കും അതേപോലെ തന്നെ ലൈവ് പോസ്റ്റ് ചെയ്യാനും കഴിയും. ഇവിടെയായിട്ട് കാണാം ഒരുപാട് ലൈവ് താഴോട്ട് ലോഡായി വരുന്നുണ്ട്. അതിൽ നമുക്ക് പുരുഷന്മാർ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഫോട്ടോയിലായിരിക്കും ക്ലിക്ക് ചെയ്യുന്നത്. കാരണം ഇതിൽ ഉള്ള ഓൾമോസ്റ്റ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള സ്ത്രീകളുടെ ആണ് ലൈവ് ഇതിൽ കൂടുതലും ഉള്ളത്. കൂട്ടുകാർക്ക് ഇവിടെയായിട്ട് കാണാം ഒരുപാട് ലൈവ് വന്നിരിക്കുന്നത്. ഇതിൽ ഞാനിപ്പം ഒരു ലൈവ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ഞാൻ ഈ ലൈവ് ജസ്റ്റ് നമ്മൾ ആ ഒരു ലൈവ് എന്നുള്ള ആ ഒരു പോർഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈവ് കാണാം. അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവ് നമുക്ക് കാണാം. ഒപ്പം തന്നെ ഇവിടെ കമൻറ്റ് ചെയ്യാനായിട്ട് കമൻറ്റ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഒരു കമൻറ്റ് ഒന്ന് സെൻഡ് ചെയ്തു. ഇപ്പം ഞാൻ സെൻഡ് ചെയ്ത കമൻറ്റ് ഇവിടെയായിട്ട് സെൻഡ് ആയിട്ടുണ്ട്. ഇനിയും അതേപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. അതേപോലെ ഇവിടെയായിട്ട് ഗിഫ്റ്റുകൾ സെൻഡ് ചെയ്യണമെങ്കിൽ സെൻഡ് ചെയ്യാം. അതിന് ആ ഗിഫ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗിഫ്റ്റുകൾ ഇവിടുന്ന് നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയും. അപ്പം ഇതേ രീതിയിൽ നമുക്ക് ലൈവ് ഇവിടെയായിട്ട് സെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ ഇവിടെയായിട്ടുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ബാക്ക് അടിക്കുകയാണ്. ഞാൻ ഇതേ രീതിയിൽ ഓരോന്നും നിങ്ങൾക്ക് ഇവിടെയായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ലൈവ്.
അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ആ ഒരു ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് നമ്മളുടെ പ്രൊഫൈൽ, അതേപോലെ നിങ്ങളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, നിങ്ങളുടെ പ്രൊഫൈൽ ID തുടങ്ങിയ കൂടുതൽ ഡീറ്റെയിൽസുകൾ, ലെവൽ എത്രയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ താഴെയായിട്ട് നമുക്ക് ഏറ്റവും താഴെയുള്ള ആ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയായിട്ട് ലൈവ് ലിസ്റ്റ് കാണാം. അതുപോലെ തന്നെ സെൻറ്ററിലുള്ള പോർഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൈവ് ഇവിടെയായിട്ട് ടെലികാസ്റ്റ് ചെയ്യാം. ഇവിടെയായിട്ട് നിങ്ങൾക്ക് യുവർ ടൈറ്റിൽ എന്നുള്ളത് കൊടുക്കുക. ശേഷം ഗോ ലൈവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് സ്റ്റാർട്ടാകും. നമ്മളുടെ ഫേസ്ബുക്കിലൊക്കെ ലൈവ് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന അതൊക്കെ ഇവിടെ കാണാം. അതേപോലെ ഇന്ത്യ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിലുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെയായിട്ട് കാണാം. നമുക്ക് ഇവിടെയായിട്ട് ഇപ്പം കാണാൻ കഴിയുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോന്നിൻ്റെ ലൈവിൻ്റെ ആണ് ഇവിടെയായിട്ട് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് അവ ക്ലിക്ക് ചെയ്ത് ലൈവ് പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കൂടുതലിലേക്ക് പോകുന്നില്ല. അതേപോലെ നോട്ടിഫിക്കേഷനൊക്കെ ഇവിടെയായിട്ട് സെറ്റ് ചെയ്യാം. രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇന്തോനേഷ്യ ആണെങ്കിൽ ഇന്തോനേഷ്യ, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, അങ്ങനെ ഓരോന്നും നിങ്ങളുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ കൂടുതൽ കമ്പ്യൂട്ടർ മൊബൈൽ ടിപ്സുകൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിത്യം ലഭിക്കാനായിട്ട് എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് എന്നത് ഇനേബിൾ ചെയ്യുക. ശേഷം നിങ്ങൾ മുകളിലായിട്ട് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം കൂട്ടുകാരുടെ മൊബൈലിൽ ഈ 6 ഓപ്ഷൻസുകളും ടിക്ക് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുക. ടിക്ക് അല്ല എങ്കിൽ നിങ്ങൾ അവയെല്ലാം ടിക്ക് മാർക്ക് കൊടുത്ത് വെക്കുക. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നിങ്ങൾക്ക് പോസ്റ്റുകൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കൂട്ടുകാരിലേക്ക് എത്തും. അപ്പോൾ അത്രയും കൂടി നിങ്ങൾ ചെയ്തു വെക്കുക. കൂടുതൽ പോസ്റ്റുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തണം എന്നുള്ള കൂട്ടുകാർ ഇവിടെയായിട്ട് കാണുന്ന ഷെയർ ബട്ടൺ